ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു T4 ടെക്. ഇത് NDTയുടെ തേർഡ് മൊഡ്യൂളാണ്. മാഗ്നറ്റിക് പാർട്ടിക്കിൾ ഇൻസ്പെക്ഷൻ അല്ലെങ്കിൽ MPI. ഇതിനകത്ത് മെയിനായിട്ട് 4 ടോപ്പിക്കാണ് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇൻട്രൊഡക്ഷൻ, ക്ലാസിഫിക്കേഷൻ, ടേംസ് ഇൻ MPI, ഹിസ്റ്ററിസിസ് ലൂപ്പ്. അതിനു മുമ്പായി T4 ടെക് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ സപ്പോർട്ട് ചെയ്യുക. ഒരു ബാർ മാഗ്നറ്റിൻ്റെ ബേസിക് ടേംസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു ബാർ മാഗ്നറ്റ് എടുക്കുകയാണെങ്കിൽ അതിനൊരു നോർത്ത് പോളും കാണും, ഒരു സൗത്ത് പോളും കാണും. ഇതിൽ നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലോട്ടായിരിക്കും ഫീൽഡ് ലൈൻസ്, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പോകുന്നത് ഒരു ബാർ മാഗ്നറ്റ്. അതുപോലെ തന്നെ അതിന് ഇന്നറിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പോകുന്നത് സൗത്ത് ടു നോർത്ത് പോളിലായിരിക്കും. ഇങ്ങനായിരിക്കും സൗത്ത് ടു നോർത്ത് പോളിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പോകുന്നത്. പിന്നെ ഇതിനകത്ത് നമ്മളൊരു കാര്യം നമുക്കറിയാം, സെയിം പോൾസ് റിപ്പൽ ചെയ്യും, ഡിഫറൻറ്റ് പോൾസ് അട്രാക്ട് ചെയ്യും. ഒരു ബാർ മാഗ്നറ്റ് ആയാലും ഏതൊരു മാഗ്നറ്റ് ആയാലും സെയിം പോൾസ് റിപ്പൽ ചെയ്യും, ഡിഫറൻറ്റ് പോൾസ് അട്രാക്ട് ചെയ്യും. പിന്നെ ഇതിൽ വേറൊരു ടേംസ് എന്ന് പറയാനുള്ളത് പൊളാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓറിയൻറ്റേഷൻ ഓഫ് നോർത്ത് ആൻഡ് സൗത്ത് പോളിനെയാണ് പൊളാരിറ്റി എന്ന് പറയുന്നത്. ഓറിയൻറ്റേഷൻ ഓഫ് നോർത്ത് ആൻഡ് സൗത്ത് പോളിനെയാണ് പൊളാരിറ്റി എന്ന് പറയുന്നത്. പിന്നെ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു ബാർ മാഗ്നറ്റ് മൂലം വേറൊരു മാഗ്നറ്റിക് മെറ്റീരിയലിനെ അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിനെ വേറൊരു മാഗ്നറ്റിക് മെറ്റീരിയലിനെ തമ്മിൽ ഒരു അട്രാക്ഷനോ റിപ്പൽഷനോ കൊടുക്കാൻ പറ്റുന്നെങ്കിൽ ആ പറയുന്നതിനെയാണ് മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. അതിനെയാണ് മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി മാഗ്നറ്റിക് ഫീൽഡ് പറഞ്ഞാൽ ഈ മാഗ്നറ്റിക് ഫോഴ്സ് എത്ര ഏരിയ കവർ ചെയ്തുകൊണ്ടാണ് ഇത് മാഗ്നറ്റിക് ഫോഴ്സ് എത്ര ഏരിയ കവർ ചെയ്ത് ആ പാർട്ടിക്കിളിന് എത്ര അട്രാക്ഷനോ റിപ്പൽഷനോ അതിൻ്റെ ഫോഴ്സ് കൊടുക്കുന്നതിന് പറയുന്ന പേരാണ് മാഗ്നറ്റിക് ഫീൽഡ്. അതിൻ്റെ ബൗണ്ടറിയെ പറയുന്ന പേരാണ് മാഗ്നറ്റിക് ഫീൽഡ്. ആ ഒരു ബൗണ്ടറി വരെയുള്ള മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്, അതിനെ പറയുന്ന പേരാണ് മാഗ്നറ്റിക് ഫീൽഡ്. ഇനി മാഗ്നറ്റിക് ഫീൽഡ് ഡെൻസിറ്റി ഉണ്ട്. ഈ മാഗ്നറ്റിക് ഫീൽഡ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഏരിയയിൽ എത്രമാത്രം ഫീൽഡ് ലൈൻസ് കടന്നു പോകുന്നു അതിനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ അതൊരു റേഷ്യോ ആണ്. B/H, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയും മാഗ്നറ്റിക് ഫോഴ്സും തമ്മിലുള്ള റേഷ്യോ ആണ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്. പിന്നെ മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ട്, കൊയേഴ്സീവ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ എബിലിറ്റി ഓഫ് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ടു വിത്ത്സ്റ്റാൻഡ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. അതിനെയാണ് കൊയേഴ്സീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. കൊയേഴ്സീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിനെ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് എത്രമാത്രം വിത്ത്സ്റ്റാൻഡ് ചെയ്തിരിക്കുക, അതിനെയാണ് കൊയേഴ്സീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. അടുത്ത റീറ്റെൻറ്റിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മെറ്റീരിയൽ, ഒരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ നമ്മൾ മാഗ്നറ്റൈസ് ചെയ്തതിന് ശേഷം നമ്മൾ ഡീമാഗ്നറ്റൈസ് ചെയ്തു. അന്നേരം എത്ര നേരം ആ മാഗ്നറ്റിക് മെറ്റീരിയൽ മാഗ്നറ്റായിട്ട് തന്നെ തുടരും. അതായത് ഡീമാഗ്നറ്റൈസ് ചെയ്ത് കഴിഞ്ഞാലും അതിലൊരു സെർട്ടൻ എമൗണ്ട് ഓഫ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണും. ആ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയെ പറയുന്ന പേരാണ് റീറ്റെൻറ്റിവിറ്റി. അത് നമ്മൾ ഹിസ്റ്ററിസിസ് ലൂപ്പ് പറയുമ്പം അതിനകത്ത് നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവും. പിന്നെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽസ് നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് വെച്ചാൽ ഫെറോമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക്, ഡയാമാഗ്നറ്റിക്. ഇത് ക്ലാസിഫൈ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി, അതായത് അട്രാക്റ്റീവ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ റിപ്പൾസീവ് പ്രോപ്പർട്ടിയുടെ ബേസിൽ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം: ഫെറോമാഗ്നറ്റിക്കും, പാരാമാഗ്നറ്റിക്കും, ഡയാമാഗ്നറ്റിക്. ഫെറോമാഗ്നറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോങ്ലി അട്രാക്റ്റഡ് ബൈ ദ മാഗ്നറ്റിക് ഫോഴ്സ് ആണെങ്കിൽ അതിനെ ഫെറോമാഗ്നറ്റിക് എന്നും, വീക്ക്ലി അട്രാക്റ്റഡ് ബൈ ദി മാഗ്നറ്റിക് ഫോഴ്സ് ആണെങ്കിൽ അതിനെ പാരാമാഗ്നറ്റിക് എന്നും, സ്ലൈറ്റ്ലി റിപ്പൾഡ് ബൈ ദി മാഗ്നറ്റിക് ഫോഴ്സ് ആണെങ്കിൽ അതിനെ ഡയാമാഗ്നറ്റിക് എന്ന് പറയാം. ഇതാണ് 3 ക്ലാസിഫിക്കേഷൻസ്. മാഗ്നറ്റിക് മെറ്റീരിയൽസിന് 3 ക്ലാസിഫിക്കേഷനാണ്: ഫെറോമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക്, ഡയാമാഗ്നറ്റിക്. ഇനി അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഇതിൻ്റെ മെക്കാനിസം. ഒരു ഡിഫക്റ്റഡ് മെറ്റീരിയലിൻ്റെ അകത്ത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക ആ മെറ്റീരിയൽ, ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ഡിഫക്റ്റഡ് ആണ്, അതിൻ്റെ അകത്ത് ഡിഫക്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ക്രാക്ക് ഉണ്ട് എന്ന് എങ്ങനെ കണ്ടുപിടിക്കുക എന്നാണ്. അത് മെക്കാനിസം. നമ്മൾ മാഗ്നറ്റിക് പാർട്ടിക്കൽ ഇൻസ്പെക്ഷൻ്റെ അകത്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, മാഗ്നറ്റിക് പ്രോപ്പർട്ടി എങ്ങനെയാണ് ഡിഫക്റ്റിന് ഉപയോഗിക്കുന്നത് എന്നാണ് അടുത്ത് പറയാൻ പോകുന്നത്. ഇതൊരു ക്രാക്ക്ഡ് മെറ്റീരിയലാണ് എന്ന് വെച്ചാൽ ഇതൊരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലാണ്. നമ്മൾ ഇതിനെ മാഗ്നറ്റൈസ് ചെയ്യുമ്പം ഇതൊരു ബാർ മാഗ്നറ്റിൻ്റെ കണക്കാവും. ഇതൊരു ബാർ മാഗ്നറ്റിൻ്റെ പോലെയാവും. അതായത് നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ടാവും. അപ്പം ഇത് നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ടാകുമ്പോൾ നോർത്തിൽ നിന്ന് സൗത്തിലോട്ട് എന്തോ ഉണ്ടാവും? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവും. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നോർത്തിൽ നിന്ന് സൗത്ത് പോളിലോട്ട് ഉണ്ടാവും.
അതിനുശേഷം ഇതിന് ഇന്നറിൽ എന്തുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ട്. അത് സൗത്ത് ടു നോർത്ത് പോൾ. അപ്പം ഈ മെറ്റീരിയലിൻ്റെ അകത്ത് ഒരു ക്രാക്ക് ഉണ്ട്. ഈ മെറ്റീരിയലിനകത്ത് ഒരു ക്രാക്ക് ഉണ്ടെങ്കിൽ ഇതിനകത്ത് സൗത്തിൽ നിന്ന് നോർത്ത് പോൾ, ഈ മാഗ്നറ്റിൻ്റെ അകത്ത് സൗത്തിൽ നിന്ന് നോർത്ത് പോളിലോട്ടും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പോകും, നോർത്തിൽ നിന്ന് സൗത്തിലോട്ടും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പോകും. നമ്മൾ ഈ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ, മാഗ്നറ്റൈസ് ചെയ്ത ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ മുകളിൽ കൂടി മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് സ്പ്രിങ്കിൾ ചെയ്യുമ്പോൾ ഈ നോർത്ത് പോളും സൗത്ത് പോളും ഇവിടെ ഉണ്ടായതുകൊണ്ട് ഇവിടെ അക്യുമുലേഷൻ ഓഫ് മാഗ്നറ്റിക് പാർട്ടിക്കിൾ കൂടുതലായിരിക്കും ബാക്കിയുള്ള സ്ഥലത്തിനെ അപേക്ഷിച്ച്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് ഡിഫക്റ്റ് ഉണ്ട്. അങ്ങനെയാണ് മാഗ്നറ്റിക് പാർട്ടിക്കിൾ ഇൻസ്പെക്ഷനകത്ത് നമ്മൾ ഒരു മാഗ്നറ്റിക് പാർട്ടിക്കിൾ ഇൻസ്പെക്ഷനകത്ത് ഒരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ അകത്ത് ഡിഫക്റ്റ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ MPIയുടെ ബേസിക് മെക്കാനിസം. നിങ്ങൾക്ക് ഇതിനകത്തുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി താഴത്തെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക.